ഹലോ, വെൽക്കം ബാക്ക്. എന്ത് ഭംഗിയാണല്ലേ ഈ ബോഗൺവില്ല ഇതുപോലെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ. ഞാൻ എവിടെ പോകുമ്പോഴും ഇതിൻ്റെ കമ്പെടുത്തിട്ട് നട്ടുപിടിപ്പിക്കാനായിട്ട് നോക്കാറുണ്ട്. പക്ഷേ ഒറ്റ പ്രാവശ്യം പോലും ഇത് പിടിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ പരീക്ഷിച്ച് വിജയിച്ച ഐഡിയയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഒരു 2 ആഴ്ച കൊണ്ട് നമുക്കിത് വേര് പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. എൻ്റേത് ഇന്നേ വരെ വിജയിക്കാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതുപോലെ ചെയ്ത് നോക്കിയത്. അപ്പോൾ ബോഗൺവില്ല ഇതുവരെ പിടിച്ച് കിട്ടാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ, എന്തായാലും പിടിച്ച് കിട്ടുമെന്ന് ഉറപ്പാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഇത് വേര് പിടിപ്പിക്കാനായി ഞാൻ എടുത്തിട്ടുള്ള കമ്പുകളാണ് ഇതെല്ലാം. ഇതെൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ്. അപ്പോൾ ഇത് എല്ലാം ചെറിയ പീസസായി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് ഇതിൽ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഇതിലുള്ള ലീവ്സൊക്കെ റിമൂവ് ചെയ്യണം. ലീവ്സും പൂക്കളും ഒക്കെ കളയണം. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ കളയാണ്. നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കമ്പുകളും ഇതുപോലെ കളഞ്ഞെടുക്കണം. ഇപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വലിയ തണ്ടാണല്ലോ, അപ്പോൾ ഒരു കത്രിക എടുത്തിട്ട് ഇതുപോലെ പീസസായി കട്ട് ചെയ്തെടുക്കുക. ഇത്രയ്ക്ക് നീളം മതിയാവും. ഇപ്പോൾ എൻ്റെ കയ്യിൽ 3 കളേഴ്സാണ്, അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് പിടിച്ച് കിട്ടുമോ എന്നറിയാത്തതുകൊണ്ടും ഞാൻ ഒന്നിന് ഒരു 5 കമ്പൊക്കെ എടുക്കുന്നുണ്ട്. ഇനി ഓരോ കമ്പ് എടുത്തിട്ടും നമ്മൾ ഈ മണ്ണിലേക്ക് വെക്കുന്ന ഭാഗം ഇതുപോലെ കൂർപ്പിച്ചെടുക്കണം. എല്ലാ കമ്പിൻ്റെയും ഏത് ഭാഗമാണ് നമ്മൾ മണ്ണിലേക്ക് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗം ഇതുപോലെ കൂർപ്പിച്ചെടുക്കുക. ഇനി അടുത്തതായിട്ട് ഞാനൊരു ആലോവേരയുടെ ഒരു കട്ടിങ്സ് എടുത്തിട്ടുണ്ട്. ഈ കമ്പ് ഇതിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം വേണം നടാൻ. ഇതിന് മുമ്പ് ഞാൻ നട്ട സമയത്ത് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ലായിരുന്നു. ഇത് ചെയ്തപ്പോഴാണ് എനിക്ക് ഇതെല്ലാം കിളിർത്ത് വന്നതായിട്ട് കണ്ടത്. അപ്പോൾ ഇതുകൊണ്ടാണോ ഇതെല്ലാം കിളിർത്തത് എന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു സ്റ്റെപ്പ് എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ചെയ്യണം. ഞാൻ ഒരു ചട്ടിയിൽ തന്നെ ഒരു 4-5 കമ്പ് നടുന്നുണ്ട്. ഏതെങ്കിലും ഒന്ന് പിടിച്ച് കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു 4-5 എണ്ണമൊക്കെ നട്ടത്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത്യാവശ്യം നന്നായി തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു കവറ്, നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുമല്ലോ നമുക്ക് ഇതുപോലത്തെ കവറ്, ഇത് കവറ് വെച്ചിട്ട് ഒന്ന് മൂടിയെടുക്കണം. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ ഇത് കെട്ടണം. ഈ പോട്ട് മൊത്തത്തിൽ കവർ ചെയ്യണം. നമ്മൾ പിന്നെ ചെറിയ കമ്പുകളാക്കിയതുകൊണ്ട് ഈ കവറിൻ്റെ ഉള്ളിൽ തന്നെ കൊള്ളാവുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്ത വെള്ളം തന്നെ മതിയാവും. ഇതൊരു 2 ആഴ്ച വെക്കുക. മിനിമം ഒരു 10 ദിവസമെങ്കിലും ഇതുപോലെ വെക്കണം. 2 ആഴ്ചക്കുള്ളിൽ എന്തായാലും ഇത് പിടിച്ച് കിട്ടും. ഇതുപോലെ ഞാൻ 2 പോട്ടിലും കൂടെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 15 ദിവസം കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് കാണണ്ടേ. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞ് കവറൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഇതുപോലെയാണ് കാണുന്നത്. എല്ലാത്തിനും ഇലകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായി കമ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വേറൊരു പോട്ടിലോട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വെക്കാം. ഞാനിപ്പോൾ തൽക്കാലം ഇതുപോലെ തന്നെയാണ് വെക്കുന്നത്. ഇത് കണ്ടപ്പോൾ എത്രയോ കാലമായിട്ട് ട്രൈ ചെയ്ത് ഒരു സാധനം സക്സസ് ആവാതെ സക്സസ് ആയതിൻ്റെ ഒരു സന്തോഷം എന്തായാലും ഉണ്ടായി. പിന്നെ ഈ ബോഗൺവില്ല നമുക്ക് നല്ല ഭംഗിയാണല്ലോ കാണാൻ. അതുപോലെ തന്നെ ഒരു ലോ കെയർ പ്ലാന്റ് ആണ്. അത് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടായിക്കോളും. അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട, എപ്പോഴും കെയർ ചെയ്യേണ്ട, അങ്ങനെയൊക്കെയാണല്ലോ. പിന്നെ ഇതിന് ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിലും കൂടെ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ബോഗൺവില്ല നട്ടിട്ട് ഒരിക്കലും ശരിയാവാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് തന്നെ. നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.